വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാം ആണ് നാളെ വരുന്നത്. നാളെ പബ്ലിക് എക്സാമിൽ ഹിന്ദി അടിപൊളിയായിട്ട് നമുക്ക് എഴുതാനുള്ളതാണ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടർ സ്കെച്ചും കൂടി ഇനി എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ചരിത്രഗത വിശേഷത എന്തായിട്ടാ ഇത് ചോദിക്കാറെന്ന് നമുക്കൊക്കെ അറിയാം. ചരിത്രഗത വിശേഷത, ചരിത്രഗത ടിപ്പണി, ഈ ചരിത്രപര ടിപ്പണി, അങ്ങനെ എന്ത് ചോദിച്ചാലും ചരിത്രം എന്ന് കണ്ടാൽ അവിടെ ആലോചിച്ചോളാം എന്താണ്, ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാനുള്ളത്. ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ചിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങൾ, ആ കഥയുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ആരൊതൊക്കെയാണ് മിസ്സേ വരാൻ ചാൻസ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും ആൾക്കാരതാണ് നമുക്ക് കാലങ്ങളായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. വിട്ടു പോവാൻ പാടില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് ഇത്. കുറെ കാലമായിട്ട് ഗംഗിയൊക്കെ ഒരുപാട് കാലം ചോദിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗംഗീനെ ചോദിച്ചെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്ക, ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അബ്ദുൾ ജബ്ബാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ദിശാഹീന ദിശ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ, ദിശാഹീന ദിശ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഒരു തോണിക്കാരനുണ്ടായിരുന്നു, ഒരു മല്ലാഹ് ഉണ്ടായിരുന്നു. ആ തോണിക്കാരന്റെ പേരാണ് അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്നത്. അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ ഗുട്ട്ലി തോ പരായി ഹേ ഇന്നലെ നമ്മളെടുത്ത ചാപ്റ്റർ ആണ്. ഗുട്ട്ലിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, പഠിപ്പിച്ചു തന്നു കഴിഞ്ഞതാണ് അല്ലെ. പിന്നെ സുരേന്ദർ മാട്സാബ്, നമ്മുടെ ബീർ ബഹൂട്ടിയിലെ സുരേന്ദർജി അല്ലെ, ആ മാത്സ് സാർ ഉണ്ടായിരുന്നില്ലേ, അടിക്കുന്ന ആ പിടിച്ച് മുടിയൊക്കെ പിടിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അല്ലെ. ആ മനുഷ്യന്റെ ഒരു ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് നോക്കിക്കേ, ഗുട്ട്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി പറയുന്നില്ല, നിങ്ങൾ നോക്കണം. ഗുട്ട്ലിയുടെ ഫുൾ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കേ, ഗംഗയും അബ്ദുൾ ജബ്ബാറും ആണ്. ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ചും അബ്ദുൾ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ചും ആണ്. സുരേന്ദർ മാട്സാബിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇത് ഇന്ന് നമ്മൾ പറയും നമ്മുടെ മെഗാ മാരത്തോണിൽ. അപ്പൊ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാണ്, ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ചിൽ ചരിത്രഗത ടിപ്പണിയിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മക്കളെ ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിച്ചിട്ടില്ലാതിൽ ഇല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഇതിൽ നിന്നും പെറുക്കിയെടുത്ത് എഴുതിക്കോളാം. നമ്മൾ എല്ലാം റെഫർ ചെയ്തിട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അല്ലെ. അപ്പൊ ഇത് തന്നെ പഠിക്കണം എന്നൊന്നും മിസ് പറയത്തില്ല. ഇതും പഠിക്കുക, ക്ലാസ്സിലെ ടീച്ചർ തന്ന നോട്ടും പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എവിടൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ ചേർത്തിട്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. മിസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, പോയിന്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ മിസ് ഇത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ടിപ്പണി കണക്കെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, ഇത്ര പോയിന്റ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഓർത്ത് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെയാണ് ഗംഗിയുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ എഴുതണം. ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ചരിത്രഗത വിശേഷത എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാരക്ടറിന്റെ പേര് ഹെഡിങ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവണം. എന്താണ് ക്യാരക്ടറിന്റെ പേര്, ഏത് കഥാപാത്രത്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ എഴുതുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഹെഡിങ് ആയിട്ട് പേര് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏത് കഥയിലേതാണ്, ആരാണ് ഈ കഥാപാത്രത്തിന് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിക്കേ, ഗംഗി हिंदी साहित्य के सर्वश्रेष्ठ रचनाकार प्रेमचंद की विख्यात അല്ലെങ്കിൽ പ്രശസ്ത കഹാനി ഠാക്കൂർ കാ കുആ की पात्र है. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. നോക്കിക്കേ, എന്താ പറയുന്നത്, ഗംഗി എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ സർവശ്രേഷ്ഠ രചനാകാരന്മാരെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൊക്കിയടിക്കണം. അത് ആശയത്തിലൊക്കെ ഇങ്ങനെ തന്നെ എഴുതാട്ടോ. പ്രേംചന്ദ് കി, ആളുടെ പേരെന്താണ്, പ്രേംചന്ദിന്റെ വിഖ്യാത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, വലിയൊരു പേരായിട്ടൊന്നും കാണണ്ട. പ്രശസ്ത്, പ്രമുഖ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വാക്കാണ് എന്ത്, വിഖ്യാത് എന്ന് പറയുന്നത്. മക്കൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശസ്ത് എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വിഖ്യാത് എന്ന് എഴുതി വെച്ചോളാം. വിഖ്യാത് കഹാനി ആയിട്ടുള്ള ഠാക്കൂർ കാ കുവയിലെ ഒരു പാത്രമാണ്. പാത്രം എന്ന് വെച്ചാൽ എന്താണ്, കഥാപാത്രമാണ് അല്ലെ. കഥാപാത്രം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല, പാത്രം തന്നെ എഴുതണം അല്ലെ. അപ്പൊ നോക്കി, എന്താണ്, പാത്രമാണ് അല്ലെ, പാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചു. ഇനി എന്താണ് അടുത്ത പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്, നോക്കിക്കേ, വയേക്ക് സാധാരണ, നോക്കിക്കേ എന്താണ്, വയേക്ക് സാധാരണ ഗൃഹിണി ഹേ. ഞാൻ പറഞ്ഞു പോയിന്റ് ആയിട്ട് മക്കൾ പഠിച്ചോളാം. അവിടെ ഒരു സാധാരണ എന്താണ്, ഗൃഹിണിയാണ്. ഗൃഹിണി എന്ന് വെച്ചാൽ എന്താണ്, ഹൗസ് വൈഫ് ആണ്. ഗൃഹത്തിൽ പണിയെടുക്കുന്ന ഗൃഹിണി അങ്ങനെ ആലോചിക്കുക, എന്താണ്, ഹൗസ് വൈഫ് ആണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, ഗംഗി ഏക് നീച്ചെ വർഗ की स्त्री है और उच्च वर्ग की हर
ക്രൂരതാവും കാ ശിക്കാർ ഹേ. ഓക്കെ, നല്ല നല്ല പോയിന്റ് ഒക്കെ ഉള്ളപ്പോ മക്കൾ എഴുതിയെടുക്കട്ടോ, അല്ലെങ്കിൽ ഇതൊന്നെ പഠിക്കേണ്ടവർക്ക് ഇതന്നെ പഠിക്കാം, ഏകദേശം നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട, നല്ല കുറെ പോയിന്റ്സ് ഉണ്ട് ഇല്ല. അപ്പൊ നോക്കി എന്താണ് ഗംഗയൊക്കെ നീച്ചേ വർഗ. ഗംഗ എന്താണ് നമ്മളിതിൽ താക്കൂർ കാ കുവയിൽ പറയുന്നില്ലെങ്കിലും എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് സംസാരിക്കുന്ന സാധനം ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന അല്ലെ. അപ്പൊ അവളൊരു നീച്ചേ വർഗ, ഒരു നീച്ചേ വർഗിൽ പെട്ട താഴ്ന്ന അല്ലെ, നീച്ച എന്ന് വെച്ചിട്ടാണ് താഴ്ന്ന എന്നുള്ള അർത്ഥം കേട്ടോ, താഴ്ന്ന വർഗത്തിൽ പെട്ടുള്ള ഒരു സ്ത്രീയാണ്. ഓർ ഉച്ചവർഗക്ക്, ഉച്ചവർഗം എന്ന് വെച്ചാൽ ഉയർന്ന അല്ലെ, ഉയർന്ന വർഗത്തിന്റെ ഹർ ക്രൂരതാവും, ക്രൂരത എന്താണ് നമ്മുടെ മലയാളത്തിലെ ക്രൂരത തന്നെയാണ്, എല്ലാ ക്രൂരതകളുടെയും ശിക്കാറാണ്. ശിക്കാർ എന്ന് വെച്ചാൽ ഇരയാണ്. ഓക്കെ, ഇരയാണ്. നല്ല പോയിന്റ് ആണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾ എഴുതാണ് കേട്ടോ. നോക്കിക്കേ, ഒരു എല്ലാ ക്രൂരത, ഉച്ചവർഗത്തിന്റെ എല്ലാ ക്രൂരതകൾക്കും ഇരയാണ് നമ്മുടെ ജോക്കുവും ഗംഗിയും ഒക്കെ അല്ലെ. അപ്പൊ ഗംഗി ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് നമ്മൾ എഴുതി. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, എന്താണ് ഉസ്കി പതി കാ നാം, അവളുടെ പതിയുടെ പേര്, പതി കാ നാം ജോക്കു ഹേ. അത് നമ്മൾ എന്തായാലും എഴുതണം. ഗംഗയുടെ പതി, പതി എന്ന് വെച്ചാൽ ഭർത്താവാണ്, ഭർത്താവിന്റെ പേരെന്താണ് ജോക്കു ആണ്. അതൊരിക്കലും നമ്മൾ മറക്കരുത്, ജോക്കു ആണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതുന്നു, ബഹ് ബീമാർ ഹേ. പക്ഷെ ജോക്കുവിന് എന്താണ് അസുഖമാണ്. ബീമാർ എന്ന് വെച്ചാൽ അസുഖം എന്നുള്ള അർത്ഥം കേട്ടോ. നോക്കി എന്താണ് അസുഖം, ബീമാറാണ്. എന്നിട്ടോ ഉസ്കോ പാനിക്ക് ജറൂറത്തി, അവൻ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ അവിടുത്തെ കഥയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഗംഗി എന്തൊക്കെയാന്ന് പറഞ്ഞു, പ്രേംചന്ദിന്റെ സർവശ്രേഷ്ഠമായ രചനയായിട്ടുള്ള ഠാക്കൂർ കാ കുവൈത്ത് ആളാണെന്ന് പറഞ്ഞു, അവളൊരു ഹൗസ് വൈഫാന്ന് പറഞ്ഞു, പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു, അവള് നീച്ചേ വർഗത്തെ ഒരു സ്ത്രീയാണ്, ഉച്ചവർഗത്തിന്റെ ക്രൂരതകൾക്ക് ഇരയായിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അവളുടെ ഭർത്താവിന്റെ പേര് ജോക്കു ആണ്, ജോക്കു ബീമാറേ, ജോക്കുവിന് അസുഖമാണ്. മാത്രമല്ല എന്താണ് ജോക്കുവിന് ഇപ്പൊ എന്താണ്, ജോക്കുവിന് പാനിക്ക് ജറൂറത്ത് ഹേ, വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിന്റെ ആവശ്യം തൊട്ടിട്ട് നമ്മുടെ മൊത്തം സ്റ്റോറിയും തുടങ്ങുന്നത് അല്ലെ. ലേക്കിൻ പീനെ കേ ലിയേ സിർഫ് ബദ്ബൂദാർ പാനി താ, പക്ഷെ കുടിക്കാൻ വേണ്ടിയിട്ട് സിർഫ് വെറും എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബദ്ബൂദാർ. ഇത് എന്തായാലും മക്കൾ പഠിച്ചു വെച്ചേക്കണം ആ വാക്ക്. ബദ്ബൂദാർ എന്ന് വെച്ചാൽ ഒരു മണമുള്ള വൃത്തികെട്ട അല്ലെ, വൃത്തികെട്ട വെള്ളം എന്നുള്ള അർത്ഥമാണ് ബദ്ബൂദാർ. മണമുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. നമ്മുടെ ഗംഗീനെ ജോക്കു പാനി പീനെ നഹീ ദേത്താ ഹേ. ഇനി ഗംഗി എന്ത് ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഗംഗിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പൊ ജോക്കുന് ബീമാരിയാണ്, വെള്ളം ഇല്ല, ബദബു ഉള്ള വെള്ളമാണ്. പക്ഷെ ഗംഗി എന്ത് ചെയ്യുന്നില്ല, അവനെ വെള്ളം കുടിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറയാണ് എന്ത്, ഗംഗീനെ ജോക്കു, ഗംഗി ജോക്കുവിനെ പാനി പീനെ നഹീ ദിയ, പാനി കുടിക്കാൻ വേണ്ടി വിട്ടില്ല, പാനി പീനെ നഹീ ദിയ, വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, സാരി പാബന്ദിയോക്കോ, ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്, അവൾ സാരി പാബന്ദിയോക്കോ തോടുകർ ഠാക്കൂർ കെ കുവേ സെ പാനി ഭർ ലേനെ ജാത്തി ഹേ. കുറച്ച് ബുദ്ധിമുട്ടാന്ന് മിസ്സിന് അറിയാം, പക്ഷെ ഒന്ന് നിങ്ങൾ പഠിക്കാം, മലയാളത്തിൽ പറഞ്ഞു തരാം. സാരി, സാരി എന്ന് വെച്ചാൽ മുഴുവനാണ് അല്ലെ, മുഴുവൻ. പാബന്ദിയോ എന്ന് വെച്ചാൽ തടസ്സങ്ങൾ കേട്ടോ, എല്ലാ തടസ്സങ്ങളെയും എന്ത് ചെയ്തിട്ട്, സാരി തടസ്സങ്ങളെയും, പാബന്ദിയും കോ തോടുക്കർ, തോടുക്കർ എന്ന് വെച്ചാൽ പൊട്ടിച്ച് എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ് പൊട്ടിച്ച് എന്ത് ചെയ്യാണ്, ഠാക്കൂർ കെ കൂവേ, ഠാക്കൂറിന്റെ കിണറിൽ നിന്നും പാനി വെള്ളം ബർലാനെ ജാത്തേ ഹേ, നിറയ്ക്കാൻ വേണ്ടിട്ട്. ബർലാന വെച്ചാൽ നിറയ്ക്കാൻ. ഈ ഠാക്കൂർ കാ കുവയിൽ കുറച്ച് വാക്കുകൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കൂവ, കിണർ എന്നുള്ള മറന്നു പോകരുത്. ബർലാന നിറച്ചോണ്ട് കൊണ്ടുവരിക, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എന്താണ്, സാരി പാബന്ദിയോ മുഴുവൻ എന്താണ് തടസ്സങ്ങളെയും എന്ത് ചെയ്തിട്ട് തോടുക്കർ പൊട്ടിച്ചെറിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഠാക്കൂർ കെ കൂവയിൽ ചെന്നിട്ട്, ഠാക്കൂറിന്റെ കൂവ കിണറിൽ ചെന്നിട്ട് പാനി ലാനെ കേലിയെ, വെള്ളം ലാനെ കേലിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജാത്താഹേ എന്നാണ് നമ്മൾ പറയില്ലേ, ജാത്താഹേ, ജാത്തിഹേ. ഓക്കെ, ജാത്തിഹേ പോവാണ് അല്ലെ. ഓക്കെ, എന്നിട്ടോ ഉസ് സമയം, പക്ഷെ ആ സമയത്ത് അവൾക്ക് എന്ത് കിട്ടിയില്ല, നമ്മുടെ സ്റ്റോറി പ്രകാരം എന്താണ്, കഹാനി പ്രകാരം അവൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഠാക്കൂർ അതിന് മുമ്പേ വന്നിട്ട് ഫുള്ള് നശിപ്പിക്കും. എന്താണ് അവള് വെള്ളം കിട്ടാതെ ഓടി വരുന്നതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ അതും എഴുതണം. ഉസ് സമയ ഉസ്കാ മൻ ഏക് വിജേത ജേസ അനുഭവ് കർത്താ ഹേ. ഓക്കെ, അവൾ എന്താണ് ഠാക്കൂറിന്റെ വീട്ടിൽ എന്ത് ചെയ്യാണ്, എല്ലാ തടസ്സങ്ങളും. നിങ്ങൾ ആലോചിക്കണം, അവൾ നീച്ചേ വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉച്ചവർഗത്തിൽപ്പെട്ട ഠാക്കൂറിന്റെ കിണറിലാണ് വെള്ളം എടുക്കാൻ പോകുന്നത് അല്ലെ. അപ്പം എല്ലാ പാബന്ദികളെയും എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ടാണ് അവൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവളുടെ മനസ്സ് വിജേത ജേസ,
അത് അവളുടെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അവളുടെ ക്യാരക്ടർ സ്കെച്ചിൽ അതൊക്കെ എഴുതാം അല്ലെ. ആ കിണറിൽ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഉസ്കാ മൻ അവളുടെ മനസ്സ് ഏക വിജേത ജേസ, ഒരു വിജേതാവിനെ പോലെ, അത് ജയിച്ച ഒരാളെ പോലെ അനുഭവ് കർത്താ ഹേ, അനുഭവം ഉണ്ടാവാണ്. ഞാൻ വിജയിച്ചു എന്നുള്ള ഒരു അനുഭവം അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗങ്ങളൊക്കെ. പിന്നെ നമ്മൾ പറയുകയാണെന്ത്, ലേക്കിൻ വഹ് പരാജിത് ഹോക്കർ ഭാഗ് ജാത്താ ഹേ, പക്ഷെ അവള് പരാജിതയായിട്ട്, വിജേതയായിട്ട് തോന്നിയെങ്കിലും പക്ഷെ ലാസ്റ്റ് അവൾക്ക് വെള്ളം എടുക്കാൻ പറ്റിയോ? ഇല്ല. പരാജിത് ഹോക്കർ, പരാജയപ്പെട്ടിട്ട് ഭാഗ് ജാത്താ ഹേ, ഭാഗ് ജാന വെച്ചെന്താണ്, ഓടിപ്പോവാണ് അവൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അവസാനം നമ്മളൊരു കൺക്ലൂഷൻ എന്തായാലും എഴുതണം നല്ല വൃത്തിക്ക് അല്ലെ. എന്താണ് നമ്മുടെ നല്ല കൺക്ലൂഷൻ നോക്കിക്കേ. ഗംഗി എന്ന് പറയുന്നത് വിദ്രോഹി ദിൽ രഖ്നെ വാലെ, വിദ്രോഹി എന്ന് വെച്ചാൽ എന്താണ്, വിപ്ലവ ഹൃദയ കേട്ടോ, അതായത് വിദ്രോഹി, വിപ്ലവകാരി. ദ്രോഹി എന്ന് ആലോചിക്കേണ്ട, നോക്കിക്കേ, വിപ്ലവത്തിന് നമ്മൾ വിദ്രോഹി എന്നാണ് പറയുന്നത്. വിദ്രോഹിയാണ് ഗംഗി, ഒരു വിദ്രോഹി ആണെന്നെങ്കിലും എഴുതി വെക്കുക. ഗംഗിയൊക്കെ വിദ്രോഹി ഹേ, വിപ്ലവകാരി ഹേ, വിപ്ലവകാരി ഹേ എന്നൊന്നും എഴുതി വെക്കരുത്, വിദ്രോഹി ഹേ അല്ലെ. വിദ്രോഹി, വിപ്ലവ, ദിൽ എന്ന് വെച്ചാൽ ഹൃദയമാണ്. വിപ്ലവകാരിയുടെ ഹൃദയം വെക്കുന്ന അല്ലെങ്കിൽ മനസ്സ് വെക്കുന്ന എന്താണ്, ഒരു സ്ത്രീയാണ്. और पति को प्यार करने वाली गृहिणी का प्रतिनिधित्व करती है. നമ്മൾ അത് മാത്രം പറഞ്ഞാൽ പോരില്ല, അവള് വിപ്ലവകാരിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ്, ജോക്കുവേട്ടന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ടാക്കൂറിനെ പോലും വെല്ലുവിളിച്ച് പോകുന്നത്. അപ്പൊ എന്താണ്, പതിയെ സ്നേഹിക്കുന്ന, പ്യാർ കർനെ വാലി ഒരു ഗൃഹിണി, ഒരു സാധാരണ ഹൗസ് വൈഫ് കൂടിയാണ്, ഒരു സാധാരണ ഗൃഹിണി കൂടിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗംഗി. അതിന്റെ ഒരു പ്രതിനിധിത്വ കർത്താഹെ വെച്ചാണ്, റെപ്രസെന്റ് ചെയ്യുന്നു. സാധാരണ ഒരു വൈഫിന്റെ, ഭർത്താവിനെ സ്നേഹിക്കുന്ന വൈഫിന്റെയും വിപ്ലവകാരിയായ മനസ്സിനുടമയായിട്ടുള്ള ഒരു സ്ത്രീയുടെയും പ്രതിനിധിത്വ കർത്താഹെ, റെപ്രസെന്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് നമ്മുടെ ഗംഗി അല്ലെ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് നല്ല പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ഒക്കെ കുത്തി കലക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനത്തിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അബ്ദുൾ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അബ്ദുൾ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എന്താണ് നോക്കിക്കേ, നമുക്കറിയാം എന്താണ്, അബ്ദുൾ ജബ്ബാറിനെ നമ്മുടെ മോഹൻ രാകേഷിന്റെ ആ ഒരു യാത്രാവൃത്തത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് മലയാളത്തിൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം മക്കൾ മനസ്സിലുണ്ടാവണം. അവരെന്താണ്, തോണിക്കാരനാണ്, മല്ലാഹാണ്, പിന്നെ വയസ്സായ ആളാണ്, പിന്നെ അതിൽ പറയുന്നുണ്ട് അയാളുടെ മുടി നരച്ചിട്ടുണ്ട്, മുടിയല്ല താടി നരച്ചിട്ടുണ്ട്, നെഞ്ചില് എന്താണ്, നെഞ്ചത്തുള്ള ആ ഒരു രോമം പോലും നരച്ചിട്ടുണ്ട്, അത്രയ്ക്കും വയസ്സായിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് വേണം മക്കൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് നല്ല പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. നോക്കാം, മോഹൻ രാകേഷ് ക നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം, ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ആരാണോ കഥാപാത്രം അവരുടെ ഹെഡിങ് ആക്കി ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് മോഹൻ രാകേഷ് ആണ് എഴുതിയത് യാത്രാവൃത്തിയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമ്മുടെ അബ്ദുൾ ജബ്ബാർ എന്ന് നമ്മൾ എഴുതേണ്ടതുണ്ട്. അത് എഴുതുകയാണ്. നോക്കിക്കേ, മോഹൻ രാകേഷ് ക, മോഹൻ രാകേഷിന്റെ യാത്രാവൃത്തായിട്ടുള്ള ദിശാഹീന ദിശയിലെ ഏക മുഖ്യ പാത്ര ഹേ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഖ്യമായിട്ടുള്ള കഥാപാത്രമാണ് അബ്ദുൾ ജബ്ബാർ. ഓക്കെ, ഇത് എഴുതിയാൽ തന്നെ ഒരു മാർക്ക് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മൾ എഴുതുന്നത്. നോക്കി, എന്താണ് എഴുതേണ്ടത്, ഭൂഡാമല്ലാഹേ, അവൻ എന്താണ്, ഒരു ഭൂഡാമല്ലാഹേ. അതാണ് നമ്മൾ പറഞ്ഞത്, വയസ്സായിട്ടുള്ള ഒരു മല്ലാഹ് എന്ന് പറയുന്ന വാക്ക് എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. തോണിക്കാരനാണ്. തോണിക്കാരനെ നമ്മൾ പറയുന്നത് എന്താണ്, കാരൻ. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് ബൂഡ മല്ലാഹ് കേട്ടോ. ബൂഡ എന്ന് വെച്ചാൽ വയസ്സായ, മല്ല എന്ന് വെച്ചാൽ തോണിക്കാരനാണ്. ബൂഡ മല്ല, വയസ്സായ തോണിക്കാരൻ. വിശേഷൻ ശബ്ദത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, ആലോചിച്ച് വെച്ചോളാം. ഇനി നോക്കാം, ഉസ്കി ധാടി और छाती की बाल तक सफेद हो चुके हैं. നമ്മൾ പറഞ്ഞു കാണാൻ എങ്ങനെയാണ്, എങ്ങനെ വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെ. ഉസ്കി ധാടി എന്ന് വെച്ചാൽ താടിയും, ഛാത്തി എന്താണ്, നെഞ്ചാണ് കേട്ടോ. നെഞ്ചത്തെയും എന്ത്, നെഞ്ചു വരെയുള്ള ബാൽ എന്ന് വെച്ചാൽ മുടിയാണ് ഉദ്ദേശിച്ചതോ, മുടി വരെ അല്ലെങ്കിൽ രോമം വരെ. സഫേദ് ഹോ ചുക്കാ ഹെ, സഫേദ് വെച്ചാണ് ആ വെള്ളയായിട്ടുണ്ട്, വൈറ്റ് ആയി മാറിയിട്ടുണ്ട്, അത്രയ്ക്കും വയസ്സുണ്ട് എന്ന് പറയാണ്. എന്നിട്ടോ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കഥയിൽ പറയാത്തൊരു കാര്യം എന്താണ്, ഗരീബ് ഹേ, അവൻ എന്താണ്, ഗരീബാണ്. കാരണം എന്തായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും എന്താണ്
ഇത്രയും രാത്രി അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരണമെങ്കിൽ, വയസ്സായിട്ട് ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കണമെങ്കിൽ ഗരീബായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് വഹ് ഗരീബ് ഹേ, അയാൾ എന്താണ് ഒരു ദരിദ്രരായിട്ടുള്ള ഒരാളായിരിക്കണം. വഹ് ഇസ്ലിയെ ദിൻ രാത് മെഹനത് കർത്താ ഹെ, അതുകൊണ്ട് രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ആലോചിക്കുക, മോഹൻ രാകേഷ് നമ്മുടെ ഈ ഒരു അവിനാശും കൂടി എന്ത് ചെയ്തതാ, രാത്രി 11 മണിക്കാണ് പോകുന്നത്. രാത്രി 11 മണിക്കും ഞാൻ വരാം സാറേ എന്ന് പറയണമെങ്കിൽ എന്താണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ദിൻ രാത് രാവും പകലും എന്ത് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, മെഹനത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഹാർഡ് വർക്ക് ആണ് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആളായിരിക്കണം. പിന്നെ നമ്മൾ അതിൽ പറയുന്നുണ്ട് എന്താണ്, ആ ഒരു കൊടും തണുപ്പിൽ അയാൾ എന്ത് മാത്രം എടുത്തത്, ഒരു മുണ്ട് മാത്രം എടുത്തിട്ടാ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. അതും നമ്മൾ എഴുതാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ഭാഗങ്ങളാണ്, അതൊക്കെ എന്തായാലും എഴുതിയിട്ടുണ്ടാവണം നിങ്ങള്. സർദി മേ ബി, സർദി എന്ന് വെച്ചാൽ ഛർദി അല്ല. സർദി എന്താണ്, സർദി തണുപ്പ് കാലമാണ് അല്ലെ, തണുപ്പ് സീസൺ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, സർദി എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോയത്. സർദി വെച്ചാണ് വിന്റർ സീസണിന്റെ ആ ഒരു വിന്റർ, ആ ഒരു തണുപ്പ് എന്നുള്ളതാട്ടോ. സർദിയുടെ സീസണില ആ സമയത്ത് പോലും വഹ് അവൻ സിർഫ് ഏക് തഹ്മത്ത് പെഹൻകർ കാം കർത്തേ ഹേ. സിർഫ് എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പറയാണ്, വെറും ഒരു തഹ്മത്ത്. തഹ്മത്ത് എന്ന് വെച്ചാൽ മുണ്ട് എന്നുള്ള അർത്ഥമാണ്, ലുങ്കി എന്നുള്ള അർത്ഥമാണ്. ഇനി അഥവാ മക്കൾക്ക് തഹ്മത്ത് കിട്ടിയില്ല, ലുങ്കി ആലോചിക്കാലോ, ലുങ്കി എന്ന് ആലോചിച്ചോളാം. ലുങ്കി പെഹൻകർ, പെഹൻകർ എന്ന് വെച്ചാൽ എന്താണ്, ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാം കർത്തേ, ജോലി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മോഹൻ രാകേഷിന്റെ ദിശാഹീന ദിശ എന്ന് പറയുന്ന യാത്രാവൃത്തിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് അബ്ദുൽ ജബ്ബാർ. വഹേക്ക് വയസ്സായിട്ടുള്ള മല്ലാഹാണ്, തോണിക്കാരനാണ്. അങ്ങനെ പഠിക്കട്ടോ, നിങ്ങൾക്ക് കത്തൊന്നും എനിക്കറിയാം, ഹിന്ദി മലയാളം മിക്സ് ആക്കി പറയുമ്പോൾ കുറച്ചുകൂടി കത്തും നോക്കാം. പിന്നെന്താണ്, അയാളുടെ ദാടി ഓർ ഛാത്തി തക്ക് സഫേദ് ആയിട്ടുണ്ട്, വെള്ളയായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അയാൾ ഗരീബാണ്, ദരിദ്രനാണ്. അതുകൊണ്ട് ദിൻ രാത് രാവും പകലും അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെഹനത് കർത്തേ ഹേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സർദിയുടെ ദിവസങ്ങളിൽ പോലും, ആ ഒരു സീസണിൽ പോലും അയാൾ എന്താണ്, വെറും ഒരു ലുങ്കിയാണ് ഉടുത്തേക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മുടെ മോഹൻ രാകേഷ് അവനെ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മല്ലാഹിനെ കാണുന്നതെന്ന് നമ്മൾ എഴുതണം. മോഹൻ രാകേഷ് और अविनाश उसको भोपाल ताल में सैर करते वक्त देखते थे. നോക്ക് എന്താണ്, മോഹൻ രാകേഷും അവിനാശും ഉസ്കോ, നമ്മുടെ ആ ഒരു മല്ലാഹിനെ, തോണിക്കാരനെ, ഭോപ്പാൽ താലുമേ, നമ്മുടെ ഭോപ്പാൽ താലിൽ നമ്മൾ ഇന്നലെ പഠിച്ച പോയിന്റ്സ് ഒക്കെ ആലോചിക്കാം കേട്ടോ. ഭോപ്പാൽ താലിൽ സൈർ കർത്തേ വക്ത്, സൈർ എന്ന് വെച്ചാൽ എന്താണ്, ചുറ്റുന്ന സമയത്ത്. മക്കള് ഗൂമുന എന്ന് പഠിച്ചിട്ടില്ലേ, ഗൂമത്തെ വക്ത് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഗൂമത്തെ സമയ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഈ വക്ത് എന്നാണ്, ഇത് സമയ് എന്നാണ് അർത്ഥം കേട്ടോ. എന്താണ് സമയ്, ഭക്തല്ല, വക്താണ്, വക്ത്, സമയ് എന്നുള്ള അർത്ഥമാണ്, സമയത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മോഹൻ രാകേഷും അവിനാശും എന്താണ്, ഈ ഒരു ഭോപ്പാൽ താലിൽ സൈർ കർത്തേ വക്ത്, ചുറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂമത്തെ സമയാണ് ആരെ കാണുന്നത്, നമ്മുടെ ഈ ഒരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്, അപ്പൊ അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. ഈ പോയിന്റ് എഴുതണ്ട കേട്ടോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കിക്കേ, ഉസ്കോ ദോനോं को ഗസൽ ബി സുനാത്തെ ഹേ, അവര് ഉസ്നെ ദോനോं को, നമ്മുടെ അവിനാശിനും മോഹൻ രാകേഷിനും, ഇത് കുറച്ച് വലുതാക്കി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, മോഹൻ രാകേഷ് और അവിനാശ് को ഗസൽ ബി സുനാത്തെ ഹേ, വേണമെങ്കിൽ ഒന്നും കൂടി എഴുതാം, കുറച്ച് ഉണ്ടായിക്കോട്ടെ. അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർമാര് ചിലപ്പോൾ മാർക്ക് ഇട്ട് തരും, അങ്ങനെ ഇട്ട് തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, മോഹൻ രാകേഷിനും അവിനാശിനും ഗസൽ, പാട്ടാണോ വെറും ഗീതാണോ, അല്ല, ഗസൽ എന്ന് മാത്രമേ മക്കൾ എഴുതാവൂ. ഗസൽ ബി സുനാത്തേ ഹേ, കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എഴുതാം. ഉസ്കാ ഗല കാഫി അച്ചാത്ത, അയാളുടെ ഗല, ഗല എന്ന് വെച്ചാൽ തൊണ്ടയാണ്, തൊണ്ട. കാഫി എന്ന് വെച്ചാൽ അത്യാവശ്യം എന്നുള്ള അർത്ഥമാണ്. അത്യാവശ്യം, അത്യാവശ്യം, അച്ചാത്ത, അച്ചാത്ത നല്ലതായിരുന്നു, അതായത് കാഫി അച്ചാത്ത, ഒരു അത്യാവശ്യം നല്ലൊരു ഗലയുള്ള സൗണ്ട് ഉള്ള ഒരു മനുഷ്യനാണ് ആര്, അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, അച്ഛ ഒരു വിനയശീൽ ആത്മീയ, അയാൾ ഒരു അച്ഛ, നല്ല അച്ഛാവശ്യം നല്ലതാണ് അല്ലെ, നല്ലതും പിന്നെ വിനയശീലനുമായിട്ടുള്ള ഒരു ആത്മീയാണ്. കാരണം അവിടെ നല്ല റെസ്പെക്റ്റോട് കൂടിയാണ് എല്ലാവരോടും പെരുമാറുന്നത് അല്ലെ. അപ്പൊ എന്താണ്, വിനയശീൽ ആത്മീയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നു. ഇതാണ് നമ്മുടെ അബ്ദുൽ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് പഠിക്കേണ്ടവർക്ക് ഇത് പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ചു വെച്ച ആൾക്കാരുണ്ടെങ്കിൽ, ഓൾറെഡി പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പോയിന്റ് ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വെച്ചോളാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ അബ്ദുൽ ജബ്ബാറിന്റെയും ഗംഗയുടെയും ക്യാരക്ടർ സ്കെച്ച്. വരാൻ സാധ്യത കൂടുതലുള്ള
ക്യാരക്ടർ സ്കെച്ചുകളാണ്. പിന്നെ ഗുട്ട്ലിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും പഠിക്കണം, കാരണം അതാണ് നമുക്ക് ഉള്ളതിൽ വെച്ച് കുറച്ച് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സുരേന്ദ്ര മാൻസാബിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇന്ന് നമ്മൾ മെഗാ മാരത്തോണിൽ പറയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും എഴുതാതെ വിടരുത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിക്കോളാം കേട്ടോ. ഒന്നും എഴുതാതെ വിടരുത്, ആ ബോക്സ് ഒക്കെ വെച്ചിട്ട് ആ ഹെഡിങ് ഒക്കെ വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് എഴുതുന്ന രീതിയാക്കണം കേട്ടോ. ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കീ പോയിന്റ്സിന്റെ കഥ, ഠാക്കൂർ കാ കൂവയാണ് കൂടുതൽ കുട്ടികളെ ചോദിച്ചിട്ടുള്ളത്. ഠാക്കൂർ കാ കൂവയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഗംഗയുടെ ഡയറി ഉണ്ടല്ലോ, ഗംഗയുടെ ഡയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, അതാണ് ഠാക്കൂർ കാ കൂവേന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഠാക്കൂർ കാ കൂവയിൽ കീ പോയിന്റ്സ് മാത്രം പഠിച്ചു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് അത് ഞാൻ ഇടാത്ത കേട്ടോ. കാരണം അതിൽ പട്കഥയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പിന്നെ ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ചും. കീ പോയിന്റ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു പാഠമാണത്. എല്ലാത്തിനും നമുക്ക് കീ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് എന്റെ മക്കൾ പഠിക്കുക. ആനുവൽ എക്സാം, നമ്മുടെ പബ്ലിക് എക്സാം തകർത്ത് എഴുതുക, എല്ലാവർക്കും A+ കിട്ടും. ഇത് വലിയ ബാലികേറ മലയൊന്നും അല്ല, വലിയ സംഭവമൊന്നും അല്ല. ഹിന്ദിയൊക്കെ എല്ലാവർക്കും A+ കിട്ടാറുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളാം, എല്ലാവരും നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, യെസ്, ബൈ.